ഇത് കാണുമ്പോൾ കാരണന്മാർ പണ്ട് പറഞ്ഞത് പഴഞ്ചൊല്ലൊക്കെ ഓർമ്മ വരുന്നത്. മൂല്യർക്ക് നടന്നും പാത്ത കുട്ടികൾക്ക് നിന്നും പാത്താൻ പാടില്ല. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരാൻ പോവല്ലേ, അപ്പോഴൊക്കെ ഇവരെ കാണാം. 01 DB 2128 CPM നേതാവും അരുവിക്കര MLA-യുമായി ജി സ്റ്റീഫന്റെ വാഹനം. തിരുവനന്തപുരം GV രാജ സ്കൂളിലെ മീറ്റിംഗിന് ശേഷം വണ്ടിയിലേക്ക് വന്നു കയറുന്നത് സ്റ്റീഫൻ MLA തന്നെ. ആംബുലൻസ്, പോലീസ്, ഫയർഫോഴ്സ്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുന്ന വാഹനങ്ങൾ എന്നിവയിൽ ഘടിപ്പിക്കുന്ന ബീക്കൺ ലൈറ്റാണ് MLA-യുടെ വാഹനത്തിൽ മിന്നിക്കത്തുന്നത്. പഠിച്ച അഭിഭാഷകനാണ്. ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത MLA-യാണ് പരസ്യമായി നിയമം ലംഘിച്ചു പായുന്നത്. അത് കല്യാണ വിരുന്നിനായാലും ഔദ്യോഗിക പരിപാടിക്കായാലും. ഇയാൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് നിയമം അറിയാത്തതുകൊണ്ടൊന്നുമല്ല, ഇയാളൊരു വക്കീലല്ലേ. ഇതൊക്കെ പക്ക അഹങ്കാരമാണ്, ഒരു MLA എന്നുള്ള പക്ക അഹങ്കാരം. ഈ ആംബുലൻസും പോലീസും പോണമാതിരി സൈറണിട്ട് പോകാൻ ഇയാൾക്ക് എന്താ ബാത്റൂം പോകാൻ മുട്ടുണ്ടോ? പാവപ്പെട്ടവൻ വണ്ടിന്റെ മേലെ ഒരു ചെറിയ സ്റ്റിക്കർ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫൈന്, എന്തെങ്കിലും ഒരു ചെറിയ ലൈറ്റ് വെച്ചാൽ അതിനും ഫൈന്, ചതിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഫൈൻ, ഇരുന്നാലും തുമ്മിയാലും എല്ലാത്തിനും ഫൈനാണ്. ലാസ്റ്റ് കുടുംബം പണയം വെക്കേണ്ട ഗതികേട്ടിലാണ് പാവങ്ങൾ. എന്നാൽ നിയമം പറഞ്ഞ വിദ്യാഭ്യാസമുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു MLA-ക്ക് എന്ത് ചെയ്താലും അതിവിടെ കുഴപ്പമൊന്നുമില്ല. ഇത് കാണുമ്പോൾ കാരണന്മാർ പണ്ട് പറഞ്ഞത് പഴഞ്ചൊല്ലൊക്കെ ഓർമ്മ വരുന്നത്. മൂല്യർക്ക് നടന്നും പാത്ത കുട്ടികൾക്ക് നിന്നും പാത്താൻ പാടില്ല. ഇനി ഇലക്ഷനൊക്കെ വരാൻ പോവല്ലേ, ഇതേമാതിരി അഹങ്കാരം പിടിച്ച കുറേ ജനപ്രതിനിധികൾ ഇനിയും വരും നമ്മളോട് വോട്ടും ചോദിച്ചിട്ട്. അപ്പോൾ ജനങ്ങളുമാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ.